ട്രിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലൂ മൗണ്ടൻ ഏരിയയിൽ മൽഗോർ ചർച്ച്. ഇനി ഇവിടെ നിന്ന് മുതൽ ശരി കേട്ടോ, കങ്കാരുവിനെ സ്പോട്ട് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളത് മുഴുവൻ. ഒരു സൈഡിലൊക്കെ ഫാമുകളൊക്കെ ആട്ടോ. ഫാമൊക്കെ ഉണ്ട്, ഫാം ലാൻഡുകളാണ് കൂടുതലും തോന്നുന്നു. പിന്നെ ഇത് ചെയ്യണ്ട. ഇവിടെ എന്താ സ്കൾപ്ചറൊക്കെ വെച്ചിട്ടുണ്ടോ? ഓഫ് റോഡ് വണ്ടികൾ കയറ്റണുണ്ടോ? ടയോട്ടയുടെ പഴയ വണ്ടി 4x4 ഇഷ്ടംമാരായിട്ട് ഈ ഏരിയയിൽ നമ്മൾ കാണുന്നത്. കാരണം ഇനി ഹിൽ സൈഡിലേക്ക് കയറുകയല്ലോ നമ്മൾ. അതിൻ്റെ കണ്ടോ എൻ്റെ പൊന്നോ. നമ്മളങ്ങനെ 80 കിലോമീറ്റർ സോണിലായിട്ട് കിടക്കുകയാണ്. ഈ ഡേ ടൈമിൽ കങ്കാരൂസ് കുറവായിരിക്കും കേട്ടോ. ഡേ ടൈമിൽ നിങ്ങൾ എന്താ പറയുക, മനുഷ്യരുള്ളതിൻ്റെയോ വണ്ടികളുടെ അടുത്തായിട്ടൊന്നും പറ്റില്ല. പക്ഷെ നൈറ്റ് ആവുമ്പോൾ എന്താണോ നിങ്ങൾ വട്ടം ചാടാൻ വരും. ഭയങ്കര ഡേഞ്ചറാണ്. കങ്കാരൂക്കെ ഇടിച്ചു കഴിഞ്ഞാൽ നമ്മൾ വണ്ടിയൊക്കെ ഇട്ട് ഇടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടി തവിടുകൂടിയായി പോകും. കാരണം എൻ്റെ ഊരാലോ ഈ സാധനത്തിന്, നല്ല സ്ട്രോങ് അല്ലേ. അങ്ങനെ എന്നാ നല്ല ഫാം ഹൗസുകൾ നമുക്ക് എവിടെയൊക്കെ. അടിപൊളി, ഇഷ്ടംമാതിരി ഉണ്ട് കേട്ടോ. ഒരു ക്രിസ്മസ് ട്രീ ഫാം കാണണ്ടോ? എന്താ ക്രിസ്മസ് ട്രീ. ലെഫ്റ്റ് സൈഡിൽ ഗോൾഫ് സെന്റർ ആണ്. ഗോൾഫ് സെന്റർ ആയിട്ടും ഫാമുകളൊക്കെ ആയിട്ടും അടിപൊളി സ്ഥലം. ശരിക്കും പറഞ്ഞാൽ പെൻഡത്ത് ടൗണിൽ നിന്നൊക്കെ മാറി കഴിഞ്ഞപ്പോൾ തന്നെ ഉണ്ടല്ലോ ഒരു പ്രത്യേക ഭംഗി. ഇങ്ങനെയുള്ള ക്വയറ്റ് പ്ലേസ് അടിപൊളി കേട്ടോ. അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു 2 ഏക്കർ 1 ഏക്കർ സ്ഥലത്തൊക്കെ ഒരു വീട് എന്നുള്ളൊരു കൺസെപ്റ്റാണ് ഇവർ. വീടൊക്കെ കണ്ടോ? നാട്ടിലെ പോലെയൊക്കെ പറമ്പിന്റെ നടുക്ക് വീട് പണിയുന്നു എന്ന് പറഞ്ഞായിരിക്കും. ഓക്കെ, പിന്നെ 40 കിലോമീറ്റർ സോൺ ഇതിണ്ട്. ചെറിയൊരു വളവാണ്. വണ്ടികളെല്ലാം നല്ല നീക്ക് വെക്കിട്ടല്ലോ. ചെറിയൊരു തണുപ്പും ഇതൊക്കെ ആയിട്ട് കൊള്ളാം. ഓക്കെ, നേപ്പിയൻ ക്രിസ്ത്യൻ സ്കൂള് ഇതാണ് കേട്ടോ. നേപ്പിയൻ ക്രിസ്ത്യൻ സ്കൂള്. പ്രീ സ്കൂൾ ടു 12 വരെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഒരു മെയിൻ സ്കൂളാട്ടത്. ഇവിടെ ക്യാമറയൊക്കെ വെച്ചിട്ടുണ്ട്. 80 കിലോമീറ്റർ. ഇപ്പൊ ഇതുവരെ 40 60 കിലോമീറ്റർ സോൺ അങ്ങാണ്ട് ആർന്നു കേട്ടോ. അതായത് എനിക്കണ്ട മിക്കവാറും സ്കൂൾ ടൈമിലായിരിക്കും അത്. സ്കൂൾ ടൈമിൽ നമ്മൾ മോർണിംഗിലും ഈവനിങ്ങിലും ഓസ്ട്രേലിയയിൽ അങ്ങനെയാണ്. പക്ഷെ മോർണിംഗിലും ആഫ്റ്റർനൂണിലും ഒരു 40 കിലോമീറ്റർ സ്പീഡിലാണ് സ്കൂളിൻ്റെ പരിസരത്തൂടെ റൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതൊക്കെ നമ്മൾ എന്താ പറയുക, പോലീസ് പിടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഫൈനാട്ടോ. ഇപ്പൊ പിന്നെ വീക്കെൻഡ് ആയതുകൊണ്ട് പിന്നെ സ്കൂളില്ലല്ലോ. നമ്മുടെ ഹൈ റേഞ്ചിലായിട്ട് കയറിയ ഒരു പ്രതീതിയല്ലേ. അടിപൊളി. ട്രാഫിക് സയൻസൊക്കെ വെച്ചേക്കണം. നമ്മൾ വളരെ ശ്രദ്ധിച്ച് നമ്മൾ നല്ല റീഡ് ചെയ്തിട്ട് വേണം കേട്ടോ പോവാൻ. ഈ ഓപ്പൺ ലാൻഡ് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് നൈറ്റ് ഇതിലേക്ക് വന്നാൽ ഇഷ്ടംമാരെ കങ്കാരുമായിരിക്കും. ഇവന്മാർ ഇപ്പം ഈ റോഡിൻ്റെ സൈഡിലൊന്നും ഉണ്ടാവില്ല, അങ്ങേ അറ്റം പോയി വിശ്രമിക്കുകയായിരിക്കും. രാത്രി ആകുമ്പോൾ ഇവന്മാർ ചാടിപ്പിടിച്ച് വരും. എപ്പെട്ടെന്ന് വന്നൂന്ന് വിചാരിക്കും. ഇനിയിപ്പോൾ നമ്മൾ മൽഗോവ ചർച്ച് എന്ന് പറഞ്ഞ എടുത്തിട്ട് ഏകദേശം കാണിച്ചേക്കണത് ഒരു 4 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. 4 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ മിക്കവാറും ഇങ്ങനത്തെ വഴിക്കടയിൽ തന്നെ ആയിരിക്കും നമ്മൾ പോകുന്നത്. പിന്നെയാണ് കുറച്ച് ഓഫ് റോഡ് വണ്ടി എന്നാണ് പറഞ്ഞത്.
പിന്നെ ചർച്ച് കഴിഞ്ഞിട്ടുള്ള കുറച്ച് ഏരിയ വേറെ ഏതൊരു സ്പോട്ടിലേക്ക് പോകുമ്പോഴാണ് പക്ക ഓഫ് റോഡ് കിട്ടണേന്നാണ് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇന്ന് എക്സ്ട്രീം ഓഫ് റോഡ് അടിക്കണില്ല, ഒരു മോഡറേറ്റ് ലെവലിലുള്ള ഒരു ഇത് ട്രൈ ചെയ്ത് നോക്കണുള്ളൂ. ഓക്കെ, നമുക്കിനെ കാണിച്ചാൽ ഒരു 400 മീറ്റർ ചെന്ന് കഴിഞ്ഞിട്ട് റൈറ്റ് തിരിയണം എന്നാട്ടോ. അപ്പോൾ അത് 400 മീറ്റർ എന്ന് പറയുമ്പോൾ ഓക്കെ, അത് എവിടെയാണെന്ന് തോന്നുന്നു. സ്കൂളോ, ഇതെന്തോ സ്കൂളോ ചർച്ചോ എന്താണ്ടൊക്കെ സംഭവങ്ങളാണെന്ന് തോന്നുമല്ലോ. ഓഫീസ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ചെറിയൊരു ബമ്പൊക്കെ ഉണ്ട് ഇവിടെ. ഓക്കെ, നമ്മൾ ഈ വഴിക്കാണ് തരുന്നത്. നേപ്പിയൻ റിവർ ലുക്കൗട്ട്. അപ്പോൾ നേപ്പിയൻ റിവർ ലുക്കൗട്ടിലെവിടെയാണ് നമ്മൾ പോകുന്നത്. ഒരു ക്ലാസിക് കാർ അങ്ങോട്ട് പോയതുണ്ടായിരുന്നു. ഓക്കെ, ഇവിടെ വീട് സെയിലിനിട്ടാണോ, അടിപൊളി. അങ്ങ് വിശാലമായിട്ട് കിടക്കുന്ന റോഡ്. ഒരു പഴയ കാർ ഇട്ടാണുണ്ടോ, ഗാർഡൻ സെറ്റപ്പിലാക്കി. കൊള്ളാം, അടിപൊളി. വെറുതെ കിടന്ന് തുറുമ്പൊടിക്കണൊക്കെ പോയതാണല്ലോ, 4 ചെടി അതിനകത്ത് പറഞ്ഞല്ലേ. സംഭവം കൊള്ളാം. എൻ്റെ മോനെ, ഈ സൈഡ് വീടൊക്കെ നോക്കി, ബ്ലംഗ്ലാവ് എന്നൊക്കെ പറയാം, ബ്ലംഗ്ലാവ്. ഓ, 2 കൊള്ളാട്ടോ, അടിപൊളി. ശരിക്കും പറഞ്ഞാൽ രാവിലെ എണീറ്റ് നടന്നു കഴിഞ്ഞാൽ ഉച്ചയാകുമ്പോഴേക്കല്ലോ വീണ്ടും അപ്പുറത്തെത്തുള്ളൂ. ഈ വീട് കൊള്ളാല്ലേ. കുറച്ച് മരങ്ങൾ ഇങ്ങനെ വഴിയുടെ 2 സൈഡിലും വെച്ച് പിടിപ്പിച്ചാണ്, ബാക്കിയൊക്കെ പ്ലെയിൻ ലാൻഡ്. നല്ല ക്വയറ്റായിട്ടൊന്ന്. ഓ, ഭയങ്കര ശാന്തമായിട്ടുള്ളൊരു ഏരിയ. അയ്യോ, ലെഫ്റ്റ് സൈഡിൽ കുതിരകളൊക്കെ നിന്ന് മേയുന്നു. ഒരു ഫാം. ഓ, ഇതെനിക്ക് ഇഷ്ടപ്പെട്ടോ, കുതിരകളും ഒരു ഫാം ഹൗസ്. ഇതൊക്കെയാണ്, ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെയാണ് വന്ന് താമസം. നമ്മൾ മൾഗോവ ചർച്ചിലേക്ക് എത്തിയല്ലേ. ഇതാണ് സ്റ്റാച്ചു വെച്ചിട്ട്, ഇതിൻ്റെ അച്ഛനായിരിക്കും അല്ലേ. ഇതാണ് മൾഗോവ ചർച്ച്. ഈ ചർച്ചിന്റെ തന്നെ പ്രത്യേകത ശരിക്കും നടന്നാണോ? അത്ഭുതം നടന്നതല്ല, ഏറ്റവും പഴക്കമുള്ള പള്ളികളുണ്ട്. പക്ഷെ എന്നിട്ട് ഇത് പുതുക്കി പണിത് തോന്നുന്നുണ്ട്. അത്രയും മാത്രമേ ഉള്ളൂ. അത്രയും കുഞ്ഞി സെറ്റപ്പല്ലേ. ഇവിടെ കങ്കാരുവിനെ സ്പോട്ട് ചെയ്യാൻ പറ്റിയ സ്ഥലമുണ്ട്. ഈ കാണുന്ന ഒരു ആംബിയൻസ് വന്നിട്ട് ഇവിടെ എവിടെയോ പതുങ്ങിയിരിക്കണ്ടാവും അവന്മാരല്ലേ. അതങ്ങ് കാടിന്റെ ഉൾക്കാടുകളിലായിരിക്കും. രാത്രിയാവും, ഈവനിങ് ആയി കഴിഞ്ഞാൽ ഇവിടെ നിറച്ചു ഉണ്ടാവും അല്ലേ. ഇവിടെ എല്ലാം വരും, ഇവിടെ എല്ലാം വെയിൽ വരും. വെയിൽ കഴിഞ്ഞാൽ അതവിടെ കിടപ്പുണ്ട്. ഇഷ്ടം പോലെ നമുക്ക് അവിടെ അവിടെ താഴെ ബൈക്കിലല്ലേ. ബൈക്കിലാണ് ജസ്റ്റ് സൂം ചെയ്ത് കാണിച്ചു തരാം, കാണാൻ പറ്റുമോന്ന്. ഇവന്മാര് കിടക്കുന്നുണ്ടോ അവിടെ. വെയിൽ കായോ, റിലാക്സ് ചെയ്യാനോ കേട്ടാ. എന്തോരം നോക്കി. ഓട്ടൊക്കെയാണോ കുടിക്കണം. ഇതൊക്കെ ഉണ്ട്, ഒരു മരക്കെട്ടി കാണുന്നുണ്ട്. അവിടെ ഒരു പുതിയ വെച്ചിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിലുള്ള റോഡ് ഇന്നിപ്പോൾ കുറച്ചുകൂടെ ഞങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടി ഞാൻ ഇങ്ങനെ വന്നാട്ടോ. അപ്പം അങ്ങനെ ഞങ്ങൾ മൾഗോവ ചർച്ചിൽ വന്നിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ വെയിറ്റ് ചെയ്യണതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ചെറുപ്പം ഒരു മാസം ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ ആളുകളുണ്ട്. അപ്പോൾ നമുക്ക് പള്ളിയകത്ത് കയറണമെങ്കിൽ നമ്മുടെ റൂമിൻ്റെ സൈസേ ഉള്ളൂ. പിന്നെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ ജൂബിലി 2025 എന്ന്. അപ്പോൾ ജൂബിലിയൊക്കെ ആഘോഷിക്കണം 100 ഇയേഴ്സ് അല്ലേ. അപ്പോൾ ഒരു 100 ഇയേഴ്സിന് മുന്നേ ഉള്ള സംഭവം കേട്ടോ. ഓസ്ട്രേലിയയെ സംബന്ധിച്ച് 100 ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതൊരു വലിയ കാര്യം കേട്ടോ. 100 ഇയേഴ്സിന് മുമ്പ് ആളുകൾ ഇങ്ങനെ ഒരു ചർച്ചും മൊണാസ്ട്രിയൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഞങ്ങളിപ്പോൾ അങ്ങനെ വെയിറ്റ് ചെയ്യാം. ഞങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് ഈ ആളുകളൊന്നും മാറിക്കഴിഞ്ഞിട്ട് വേണം അതിനകത്ത് കയറി ഒന്ന് സമാധാനമായിട്ടൊന്ന് പ്രാർത്ഥിക്കാൻ.
അങ്ങനെ ആ കങ്കാരുവിനെ കണ്ട സ്ഥലത്തേക്കാട്ടോ നമ്മളിനി പോണത്. കങ്കാരു നിൽക്കണ സ്ഥലമല്ലേ അവിടേക്ക്. ഓ ഇവിടെയൊക്കെ 10 കിലോമീറ്റർ സ്പീഡിലാണ് റൈഡ് ചെയ്യാൻ നമ്മൾ ഇതിൻ്റെ ഇതെല്ലാം പള്ളിയുടെ ഇതാട്ടോ മൊത്തം. ഓക്കെ ഇതിൽ പോണം. ആ നമ്മളെ വണ്ടിയുടെ ഒച്ച കേൾക്കുമ്പോൾ ഈ കങ്കാരുക്കൾ ഓടിപ്പോകുമെന്നുള്ളതാണ് ഇപ്പോൾ ഒരു ഡൗട്ട്. എന്നാ മോനെ എന്നാ രസമല്ല ഇത്. എങ്ങടെ വളഞ്ഞു വളഞ്ഞു പോണേ. അയ്യോ കങ്കാരുക്കൾ ഓടിപ്പോവാ. പോയടാ, കങ്കാരുക്കളെല്ലാം ഓടിപ്പോയി. ഞാനത് അവനോട് പറയാൻ മറന്നുപോയായിരുന്നു. ശരിക്കും നമുക്ക് പയ്യെ പോയാൽ മതിയായിരുന്നു. ദേ കണ്ട അവന്മാരവിടെ വേണ്ട ചാടി ഓടണം ആകുമ്പോ ദേ ഒരുത്തൻ വട്ടം ചാടണുണ്ടോ. അവന്മാരിവിടെ വെയിൽ കൊണ്ട് കെടുക്കായിരുന്നു. ക്യാമ്പിംഗ് സൈറ്റ് കണക്കായി ഇപ്പോൾ ഈ പള്ളിയോട് അനുബന്ധിച്ച് വന്നവർക്ക് ഇപ്പം ഞങ്ങൾ നടന്നു പോകുന്ന സ്ഥലം കണ്ട ബെഞ്ചൊക്കെ ഇട്ടാണ് കേട്ടോ. അവിടെയൊക്കെ പോയി ഇരിക്കുക, ക്യാമ്പ് ചെയ്യുക. ഇരിക്കണോ അടിപൊളി, നല്ല അടിപൊളി വൈബാണ്. ഇവിടെ ഇരിക്കുക, ഒരു കോഫിയൊക്കെ കുടിക്കുക, എന്നിട്ട് ഇങ്ങനെ ചില്ല് ചെയ്തിങ്ങനെ ഇരിക്കുക കുറച്ച് നേരം. അപ്പോൾ അതാണ് ഐഡിയ. അപ്പോൾ അതിനിങ്ങനെ കണ്ട കാറ്റ് ഇങ്ങ് മൂളുന്ന ഇങ്ങനെ മരത്തേലടിക്കുന്ന സൗണ്ട് അല്ലേ, നല്ലൊരു ഒച്ചയും. വെറുതെ കേട്ടെ കങ്കാരുക്കൾ ഇവിടെ ഇങ്ങനെ റിലാക്സ് ചെയ്ത് കിടന്നത്. അപ്പോൾ അവരാ വെയിലൊക്കെ കൊണ്ട് സുഖിച്ച് കിടന്നത്. അതാണ് ഞങ്ങളിപ്പോൾ ഡിസ്റ്റർബ് ചെയ്തത്. അപ്പോൾ ഈ സിഡ്നിയിലോ അങ്ങനെ എന്താ പറയുക വെൻറിത്ത് അങ്ങനെ ഇതിൻ്റെ അടുത്തൊക്കെ ഉള്ള സിഡ്നിയുടെ ചുറ്റിപ്പറ്റി താമസിക്കുന്ന എല്ലാവർക്കും വരാൻ ഒരു 1 ഹവറിനുള്ളിൽ വരാൻ പറ്റിയ ഒരു ലൊക്കേഷനായിട്ട് ഇത് മൾഗോവ ചർച്ച്. അപ്പോൾ ചർച്ചിൽ വരിക. അപ്പോൾ ചർച്ചിൽ അങ്ങനെ എന്താ പറയുക ഒരു വിശ്വാസത്തിൻ്റെ രീതിയിലല്ല പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ബാക്കിലേക്ക് ഇറങ്ങി വരികയാണെങ്കിൽ ഈ ഒരു സ്പോട്ട് കിട്ടും. ഇവിടേക്ക് വന്നിരിക്കുക, റിലാക്സ് ചെയ്യുക, ചില്ല് ചെയ്യുക, പയ്യെ പോവുക, കങ്കാരൂസിനൊക്കെ കാണുക, അങ്ങനെയൊക്കെ എൻജോയ് ചെയ്യുക. ഒരു ഹാഫ് ഡേ സ്പെൻഡ് ചെയ്യാനുള്ള സാധനം ഇവിടെ ഉണ്ടല്ലേ, അടിപൊളി. പിന്നെ പെൻറിത്ത് റിവർ ഉണ്ട്, നേപ്പിയൻ റിവർ, അതിൻ്റെ ലുക്ക് ഔട്ടുകളുണ്ട്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ ഇവിടെ അടുത്ത്.